നമസ്കാരം, ഞാൻ അനീഷ് മൈക്കിൾ M&S എഞ്ചിനീയറിംഗ് കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ പമ്പ് എങ്ങനെ പ്രോപ്പർ രീതിയിൽ ഇൻസ്റ്റാളേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പമ്പിന്റെ ലൈഫ് നമുക്ക് കൂട്ടാം, കംപ്ലൈന്റ് കുറയ്ക്കാം. അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനായി നമ്മുടെ ടീമുണ്ട്. ടീം അംഗങ്ങൾ നമ്മുടെ പുറകെ വരുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പമ്പ് ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കിണർ ഇതാണ്. അപ്പൊ ഈ കിണറിന് താഴ്ച അറൗണ്ട് ഒരു 60 അടിയോളം താഴ്ചയുണ്ടെന്നാണ് കസ്റ്റമർ പറഞ്ഞേക്കുന്നത്. പൈപ്പിന്റെ റണ്ണിങ് ലെങ്ത് എന്ന് പറയുന്നത് 10 അടിയോളം പൈപ്പിന്റെ റണ്ണിങ് ലെങ്ത് വരും. ഒരു നില മേളിലോട്ട് ഹൈറ്റിലോട്ട് പമ്പ് ചെയ്ത് കയറണം. അപ്പോൾ നമ്മൾ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമുക്ക് ഒരു 80 ഫീറ്റോളം ഹെഡ് വരും. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തേക്കുന്ന പമ്പ് 1 HP ക്രോംപ്ടന്റെ പമ്പാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. Z34 OW ടോൾ Z34 എന്ന് പറഞ്ഞ മോഡലാണ്. 5 സ്റ്റാർ റേറ്റഡ് ഉള്ള പമ്പാണ്. നമുക്ക് 34 മീറ്റർ കിട്ടും ഹെഡ്, അതായത് 110 അടി. നമുക്കിവിടെ സൈറ്റിൽ അറൗണ്ട് 80 ഫീറ്റേ വരത്തുള്ളൂ. നമുക്കൊരു 30 ഫീറ്റ് എക്സ്ട്രാ കിട്ടും. എപ്പോഴും പമ്പ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഡ്യൂട്ടി പോയിന്റ് സെലക്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ പമ്പിന്റെ ലൈഫ് കൂടുതലായിട്ട് കിട്ടും. അങ്ങനെ എങ്ങനെയാണ് ഹെഡ് സെലക്ഷൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഒരു ക്രോംപ്ടന്റെ 1 HP പമ്പ് എടുത്തിട്ടുണ്ട്. ഈ പമ്പാണ് നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പമ്പ് ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ട പമ്പ് റെഡിയാണ്. അപ്പോൾ പമ്പ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം ഒരു ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ പമ്പ് ചെയ്യുന്നതിന് മുമ്പേ അത് ജസ്റ്റ് ചെക്ക് ചെയ്യണം. അത് വെതർ അത് വാട്ടർ കൂൾഡ് ആണോ അല്ലെങ്കിൽ ഓയിൽ കൂൾഡ് ആണോ എന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ പമ്പ് എന്ന് പറയുന്നത് വാട്ടർ കൂൾഡ് പമ്പാണ്. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതിന്റെ പമ്പിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും, ഫിൽ ദ വാട്ടർ ഫ്രം ഹിയർ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് വെള്ളം നിറയ്ക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹുക്ക്, ഇവിടെ 2 ഹുക്ക് കാണിച്ചിട്ടുണ്ട്. ഈ 2 ഹുക്ക് തുറന്നിട്ട് വെള്ളം ഒഴിക്കണം. ഇപ്പൊ ആക്ച്വലി ക്രോംപ്ടനിൽ ഗ്ലിസറിൻ വാട്ടർ ഫില്ല് ചെയ്താണ് വരുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതിനകത്ത് ഗ്രീൻ കളർ കൂളന്റ് ഒഴിച്ച് ഫില്ല് ചെയ്ത് വരുന്ന, ഗ്ലിസറിൻ വാട്ടർ ഫില്ല് ചെയ്ത് വരുന്ന മോഡലാണ് ക്രോംപ്ടന്റെ എല്ലാ പമ്പുകളും. ഇവിടെ നമ്മൾ ജസ്റ്റ് ഡെമോയ്ക്ക് വേണ്ടി, എന്നാലും നമ്മൾ ജസ്റ്റ് തുറക്കുമ്പോഴത്തേക്കും വളരെ കുറച്ച് കുറവുണ്ടാവാം, മേ ബി വന്നേക്കാം. നമ്മളൊന്ന് ഫില്ല് ചെയ്യുക. ഇപ്പൊ ക്രോംപ്ടൻ അല്ല എന്നുണ്ടെങ്കിൽ മറ്റേ ഏത് ബ്രാൻഡിലാണെങ്കിലും ചിലപ്പോൾ ഫില്ല് ചെയ്തിട്ടല്ല വരുന്നത്. ചില ബ്രാൻഡുകൾ ഫില്ല് ചെയ്ത് വരുന്നുണ്ട്. എന്നാലും നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ് ആൻഡ് പ്രയോറിറ്റി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഏത് സബ്മേഴ്സിബിൾ പമ്പ് എടുത്താലും നമ്മൾ ഉറപ്പായിട്ടും അതിൽ വാട്ടർ ഫില്ലിംഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെള്ളം ഒഴിച്ചിരിക്കണം. അതാണ് പോയിന്റ് നമ്പർ 1. ഈ സബ്മേഴ്സിബിൾ പമ്പ് സെറ്റിൽ, വാട്ടർ കൂൾഡ് സബ്മേഴ്സിബിൾ പമ്പ് സെറ്റിൽ ഒരു കാരണവശാലും വെള്ളം ഒഴിക്കാതെ ഓടിക്കാൻ പാടില്ല. വെള്ളം ഒഴിക്കാതെ നമ്മൾ പമ്പ് ഓടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വൈൻഡിങ് പോകാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇത് വെള്ളം ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 2 ഹുക്കും തുറന്നെടുക്കണം. 2 ഹുക്കും തുറന്നിട്ട് നമ്മൾ നേരത്തെ വീഡിയോ കണ്ടതുപോലെ വൺ സൈഡിൽ ഒഴിക്കുക, അപ്പർ സൈഡിൽ വെള്ളം കളയുന്ന രീതിക്ക് വന്നെങ്കിൽ മാത്രമേ ഇതിനകത്തുള്ള കംപ്ലീറ്റ് എയർ മാറി വെള്ളം ഫുള്ളായി ഫില്ല് ആയി എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റൂ. നമ്മൾ സപ്പോസ് ഇപ്പോൾ ഒരു ഹുക്ക് കോമൺ ആയിട്ട് കംപ്ലൈന്റ് വരുന്നത്, നമ്മുടെ സർവീസ് സെന്ററിൽ കോമൺ ആയിട്ട് കംപ്ലൈന്റ് വന്ന് കാണുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു ഹുക്ക് മാത്രം തുറക്കും, എന്നിട്ട് അത് വെള്ളം ഒഴിക്കും. അപ്പോൾ അതിനകത്ത് എയർ ബ്ലോക്ക് ആയി നിന്നിട്ട് വെള്ളം പ്രോപ്പറായിട്ട് വെളിയിൽ പോകാറില്ല. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ നമ്മുടെ പമ്പിനുള്ളിൽ ഫുള്ളായിട്ട് വെള്ളം നിറയാതെ ഏകദേശം ഒരു ഹാഫ് പോർഷനിൽ മാത്രമായിരിക്കും വെള്ളം നിറയുന്നത്. നമ്മൾ വെളിയിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ആ ജസ്റ്റ് ഹുക്ക് നോക്കുമ്പോഴത്തേക്കും വെള്ളം നിറഞ്ഞായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും ഉള്ളിൽ എയർ കിടക്കുന്ന കാരണം നമുക്ക് അത് പ്രോപ്പറായിട്ട് വെള്ളം നിറയാറില്ല. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇത് വാട്ടർ കൂൾഡ് പമ്പാണ്. അപ്പോൾ അതിനകത്ത് വെള്ളം നിറയാതെ മേളിലത്തെ ഏറ്റവും ടോപ്പ് പോർഷനിലുള്ള കോയിൽ ഡാമേജ് ആയി കണ്ടുവരാറുണ്ട്. അങ്ങനെ നമ്മൾ ആ സമയത്ത് വർക്ക് ചെയ്യും. കുറച്ച് സമയത്ത് ഇപ്പോൾ മേ ബി ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും കംപ്ലൈന്റ് വരും. ഒന്നാമത്തെ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ്, പ്രോപ്പറായിട്ട് വെള്ളം നിറയ്ക്കുക. അപ്പോൾ പോയിന്റ് നമ്പർ 2, അടുത്ത ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ റോപ്പ് നമ്മൾ കെട്ടുന്ന രീതിയും റോപ്പ് കെട്ടേണ്ടത്. റോപ്പ് നമ്മൾ എന്തിനാണ് റോപ്പ് കെട്ടുന്ന, 2 ഇവിടെ ഹുക്ക് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഇതിന്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇതുവഴി നമ്മൾ പ്രോപ്പറായിട്ട് കെട്ടി നിർത്തുക. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പൊക്കിയാണ്. നമ്മൾ ഇത് കെട്ടിയതിന് ശേഷം ബാലൻസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കണം. ഇപ്പോൾ എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും വൺ സൈഡ് ചരിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇങ്ങനെയാണ് ചരിഞ്ഞാണ് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ഇതിന്റെ
ബുഷ് പോർഷൻ ഏറ്റവും ബാക്കിലെ ബുഷിലായിരിക്കും ലോഡ് കൂടുതൽ നിൽക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ടിലോട്ടാണ് ചരിയാണെങ്കിൽ ഫ്രണ്ടിലത്തെ ബുഷിലായിരിക്കും ലോഡ് കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ ആ ബുഷ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിന്റെ ഇന്റേണൽ പാർട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, കാണിക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതാണ് ഇതിന്റെ ബുഷ് പോർഷൻ. അപ്പോൾ നമ്മൾ ഈ പമ്പ് എത്രത്തോളം ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുമോ അപ്പോൾ ഈ പമ്പിന്റെ ഫുൾ ലോഡ് ഈ ബാക്കിലത്തെ ബുഷിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഈ പെട്ടെന്ന് തന്നെ ബുഷിന് തേയ്മാനം വന്ന് ബുഷ് ഡാമേജ് ആകാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ബുഷ് കറക്റ്റായിട്ട് 0 ഡിഗ്രിയിലാണ് നമ്മളിത് വയ്ക്കുമെന്ന് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ബുഷിൽ ലോഡ് വരത്തേ ഇല്ല. അപ്പോൾ ഈ ബുഷ് ഓടുന്നത്, ഈ ലോഡ് ഒരിക്കലും ബുഷിൽ പിടിക്കാതെ പ്രോപ്പറായിട്ട് റോട്ടർ റൊട്ടേറ്റ് ചെയ്തിരിക്കും. പമ്പിന് ലൈഫ് ബുഷ് പോയി ഒരു കംപ്ലൈന്റ് അങ്ങനെ വരത്തില്ല. മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ബെൻഡ് പിടിപ്പിക്കുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നാം, ബെൻഡ് പിടിപ്പിക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാം ഈ ഫ്രണ്ടിൽ ബെൻഡ് എപ്പോഴും പിടിപ്പിക്കുമ്പോഴത്തേക്കും ഈ മേളിലോട്ട് തന്നെ നിൽക്കണം. ഇങ്ങനെ തന്നെ ഈ പമ്പ് ബെൻഡ് എപ്പോഴും മേളിലോട്ട് നിൽക്കണം. ഇതിന് 2 അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്, നമുക്ക് തെളിഞ്ഞ വെള്ളം കിട്ടും, ക്ലിയർ ആയിട്ടുള്ള വെള്ളം കിട്ടും. സപ്പോസ് നമ്മൾ താഴോട്ടാണ് വയ്ക്കുന്നുണ്ടെങ്കിൽ താഴത്തുള്ള ചെളിയെല്ലാം ഇത് വലിച്ചു കയറ്റും. അപ്പോൾ എപ്പോഴും മേളിലോട്ട് വയ്ക്കുന്നതാണ് ബെസ്റ്റ്. ഇനി അത് മാത്രമല്ല, ഇതിങ്ങനെ വെക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ പോർഷന് താഴോട്ടുള്ള വെള്ളം അത് എടുക്കത്തില്ല. നമ്മൾ ഈ കാണിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡി, ഈ പമ്പിന്റെ കംപ്ലീറ്റ് പോർഷൻ എപ്പോഴും വെള്ളത്തിനകത്ത് സബ്മർജ് ആയി നിൽക്കണം, വെള്ളത്തിനകത്ത് മുങ്ങി നിൽക്കണം. വെള്ളമില്ലാതെ ഇത് ഓടിക്കഴിഞ്ഞാൽ അപ്പോഴും തന്നെ ഇത് പമ്പ് ഡ്രൈ ആയിട്ട് ഡാമേജ് ആയിപ്പോവും. അങ്ങനെയാണ് ഇത് ഒരു ഡാമേജ് ആവാനുള്ള ചാൻസ്. അപ്പോൾ നമുക്ക് ബെൻഡ് മേളിലോട്ട് വയ്ക്കുമ്പോൾ ഇതിന് താഴോട്ടുള്ള വെള്ളം ഒരിക്കലും എടുക്കത്തില്ല. പമ്പ് വെള്ളം സപ്പോസ് കുറഞ്ഞു വന്നാലും ഇത് ഡ്രൈ ആയിട്ട് ഓടി ഒരു കംപ്ലൈന്റ് വരത്തില്ല. അപ്പോൾ എപ്പോഴും ബെൻഡ് വയ്ക്കുമ്പോൾ സ്ട്രൈറ്റ് മേളിലോട്ട് തന്നെ വെക്കണം. അതിന് 2 അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്, താഴോട്ട് വെച്ച് കഴിഞ്ഞാൽ ചെളി കയറും. രണ്ടാമത്, വെള്ളമില്ലാതെ ഇത് ഓടി ഡാമേജ് ആവാനുള്ള ചാൻസ് കുറയും. നാലാമത്തെ പോയിന്റ് ആണ് ഈ കേബിൾ ജോയിന്റിൽ വരുന്ന പോർഷൻ. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഇതിൽ വാട്ടർ പ്രൂഫ് ജോയിന്റ്. നമ്മളിത് വെള്ളത്തിനകത്ത് ഇറക്കുന്ന കേബിളാണ്. അപ്പോൾ വാട്ടർ പ്രൂഫ് ജോയിന്റ് ഇല്ലാതെ വെറുതെ ചുമ്മാ ഇതിങ്ങനെ കണക്ഷൻ കൊടുത്ത് വയ്ക്കാറുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും വെള്ളം കയറുന്ന സമയത്ത് തമ്മിൽ ഷോർട്ടായിട്ട് അല്ലെ എർത്ത് ലീക്ക് ആവാനും അതുപോലെ ELCB ചുമ്മാ ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന കണ്ടീഷൻസും വരാറുണ്ട്. അടുത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ റെഡ് കളർ കോഡ് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. ഇനി നമ്മൾ ഇത് ജോയിന്റ് ചെയ്യുമ്പോൾ ഇതൊരു വേറൊരു മെത്തേഡ് ഉണ്ട് ജോയിൻ ചെയ്യാൻ. ആ ജോയിൻ മെത്തേഡ് കൂടെ ഇപ്പോൾ കാണിച്ചു. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേബിൾ ജോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, മൂന്ന് സൈസിലാണ്, 3 ഷേപ്പ്, 3 ഡിഫറൻറ്റ് ഏരിയയിലാണ് ഇത് ജോയിന്റ് ചെയ്തിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഇത് 3ഉം കൂടെ പല ആൾക്കാരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, 3ഉം കൂടെ ഒരുമിച്ച് ഇടുക. അപ്പോൾ ഇതൊരു ബൾക്കി സൈസായിട്ട് മാറും. ഇപ്പോൾ ഇത് കുറച്ച് താഴെ, ഇത് കുറച്ചും കൂടെ സെൻട്രലായിട്ട്, ഇത് കുറച്ച് അങ്ങറ്റത്തായിട്ട്, ടോപ്പിലായിട്ട്. അപ്പോൾ ഈ 3 ഷേപ്പിൽ വരുമ്പോഴത്തേക്കും ഇതിന്റെ കേബിൾ നന്നായിട്ട് ഒതുങ്ങി വരും. ഇത് ജോയിൻ ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കേബിൾ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം വേണ്ടത് ഇൻസുലേഷൻ ടൈപ്പാണ് ചെയ്യേണ്ടത്. ആദ്യം ഇൻസുലേഷൻ ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ വാട്ടർ പ്രൂഫ് ജോയിൻ ചെയ്യാവൂ. ഇതാണ് MRF ജോയിന്റ് അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് ജോയിന്റ് എന്ന് പറയും. ഇത് ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉള്ള ഒരു റബ്ബർ കോമ്പൗണ്ടന്റ് ആണ്. അപ്പോൾ ഈ റബ്ബർ കോമ്പൗണ്ട് വെച്ചിട്ട് നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യണം. ആദ്യം നമ്മൾ ഇൻസുലേഷൻ ടൈപ്പ് ചെയ്യണം. ഇൻസുലേഷൻ ടൈപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ റബ്ബർ കോമ്പൗണ്ട് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ഇൻസുലേഷൻ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വാട്ടർ കോമ്പൗണ്ട് ചെയ്തു. ഇതിന് പുറത്ത് നമ്മൾ വീണ്ടും ഇൻസുലേഷൻ ടൈപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ 3 വയറിലും ഇൻസുലേഷൻ ചെയ്തതിന് ശേഷം വീണ്ടും ഇത് ഫുള്ളായിട്ട് ഒന്നും കൂടെ ഇൻസുലേഷൻ ചെയ്യണം. അതിനുശേഷം നമ്മൾ വീണ്ടും MRF ഇതിനെ പുറത്തോടെ വീണ്ടും വാട്ടർ പ്രൂഫ് ജോയിന്റ് ചെയ്യണം. വാട്ടർ പ്രൂഫ് ചെയ്തതിന് ശേഷം ഫൈനലായിട്ട് നമ്മൾ ഇൻസുലേഷൻ ടൈപ്പ് ചെയ്ത് കവർ ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ജോയിന്റ് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇത് നമ്മൾ ഒരു ബൾക്കി ആവാതെ നല്ല സ്മൂത്ത് ആയിട്ട് വളരെ സ്ലിം ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇത് ഇങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ വയർ ജോയിന്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 100% ആയിട്ട് ഇതിൽ നിന്ന് നമുക്ക് വാട്ടർ എൻട്രി ചെയ്യത്തില്ല. ഇതിനകത്ത് യാതൊരു വിധമായ വാട്ടർ ലീക്കും ഇതിനകത്ത് ഉണ്ടാവില്ല. ഓക്കെ, നമ്മുടെ വർക്ക് ഏകദേശം ഒരു 50% വർക്ക് കഴിഞ്ഞു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ. ഇനി നമ്മൾ ഇതിനകത്ത് ഓസ് കോളർ പിടിപ്പിക്കണം. ഓസ് പിടിപ്പിക്കാൻ വേണ്ടിയാണ്. അത് മുന്നായിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോളുണ്ട്.
ഇതിനകത്തൊരു വാഷർ ഉണ്ട്. അപ്പോൾ ഈ വാഷർ നമ്മൾ കട്ട് ചെയ്യണം. പലപ്പോഴും നമ്മൾ വാഷർ കട്ട് ചെയ്യാതെ ഇടാണ്ട് അപ്പം വെള്ളം ഇതിനകത്തോട്ട് കയറത്തില്ല. ഈ വാഷർ കട്ട് ചെയ്ത് കളഞ്ഞെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഇത് ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തായിട്ട് നമ്മൾ ഹോസ് കോളറാണ് ഫിക്സ് ചെയ്യേണ്ടത്. ഹോസ് കോളർ ഫിക്സ് ചെയ്യുമ്പോൾ ത്രെഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ ടെഫ്ലോൺ ചുറ്റേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് അത് ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചുറ്റി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ത്രെഡിൽ പിടിച്ചിരിക്കും. ഓക്കെ, നമ്മളിവിടെ ഒരു ഇഞ്ചിന്റെ ഹോസ് കോളർ ഇതിൽ പിടിപ്പിച്ചായിരുന്നു. അപ്പോൾ ഈ പമ്പ് ഡെലിവറി സൈസ് വന്നിട്ട് 1 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 1 ഇഞ്ച് ഹോസ് കോളർ പിടിപ്പിച്ചു, 1 ഇഞ്ച് ഹോസ് കൊണ്ടുവന്നു. അപ്പോൾ ഈ ബ്രാസ് ഹോസ് കോളർ ആയതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ പ്രോപ്പറായിട്ട് കയറിപ്പോകും, വലിയ പ്രശ്നമില്ല. എന്നാൽ ചില സമയത്ത് ഈ പിന്നെ കാസ്റ്റേണിന്റെ ഹോസ് കോളറൊക്കെ ആണെങ്കിൽ നമ്മൾ ചൂടാക്കിയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ഈസി ആയിട്ട് കയറിപ്പോകും. നല്ല ടൈറ്റ് ഫിറ്റിലാണ് ഇരിക്കുന്നത്. അതുപോലെ നമ്മൾ അത് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം ഹോസ് ക്ലിപ്പ്, SS-ന്റെ ക്ലിപ്പ് നമ്മൾ അകത്തോട്ട് തന്നെ വെക്കണം. വെച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത്രയും ചുറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നേരെ ടൈറ്റ് ചെയ്യാത്തേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ ഏകദേശം 90% വർക്ക് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഹോസ് കോളർ പിടിപ്പിച്ച്, ഹോസ് ക്ലിപ്പ് പിടിപ്പിച്ച്, നമ്മൾ ഹോസ് കോളർ പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കണം വരുന്നുണ്ടോ ഇല്ലെന്നുള്ള കാര്യം. ഇല്ലെങ്കിൽ നമ്മൾ ഇറങ്ങി കഴിഞ്ഞ് ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഊരിപ്പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അത് പ്രോപ്പർ ഫിക്സിംഗ് ആണെന്ന് ചെക്ക് ചെയ്യണം. കേബിൾ ജോയിന്റ് നമ്മൾ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തു, നമ്മുടെ റോപ്പ് നമ്മൾ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തു, ഹോസ് ഫിക്സ് ചെയ്തു. ഇനി നമ്മൾ വെള്ളത്തിനകത്ത് ഇറക്കുന്നതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കണം. ഒരുപാട് സമയം ഓടിക്കാൻ പാടില്ല. ജസ്റ്റ് ഒരു പമ്പ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം ഇറക്കി അത്രയും നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇറക്കി കഴിഞ്ഞതിന് ശേഷം തിരിച്ച് എടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഇത് നമ്മുടെ ക്രോംപ്ടന്റെ പാനലാണ്, ഓപ്പൺ വെൽ പാനൽ. അതിന്റെ കൂടെ കിട്ടുന്ന ഒരു പാനലാണ്. അപ്പോൾ ഇത് ഒരു MCB ഉണ്ടാവും, ഇതൊരു കപ്പാസിറ്റർ ഉണ്ടാവും. നമ്മുടെ സബ്മേഴ്സിബിൾ പമ്പിനകത്ത് സിംഗിൾ ഫേസ് പമ്പ് വർക്ക് ചെയ്യാൻ വേണ്ടി കപ്പാസിറ്റർ വേണം. അത് പമ്പിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ പമ്പ് വെക്കുന്നതിന് വേണ്ടി അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കുന്നത്. അതിനാണ് നമ്മൾ ഈ പാനൽ വയ്ക്കുന്നത്. ചില സമയത്ത് നമ്മൾ പമ്പ് കംപ്ലൈൻറ്റ്സ് കാണാറുണ്ട്, ഈ പാനില്ലാതെ ഡയറക്റ്റ് 3 പിന്നിൽ കൊണ്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. പമ്പ് ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഈ പാനൽ ത്രൂ മാത്രമേ നമ്മൾ എപ്പോഴും പമ്പ് ഫിക്സ് ചെയ്യാവൂ. ഇവിടെ നോക്കി നമുക്ക് കാണാൻ പറ്റും, ഇതിന്റെ കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫേസ് ഉണ്ട്, ഒരു ന്യൂട്രൽ ഉണ്ട്, ഒരു RYB, റെഡ് യെല്ലോ ബ്ലൂ. ഫേസ് ന്യൂട്രൽ RYB. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ RYB ഇവിടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. RYB എന്ന് പറയുന്നത് നമ്മൾ പമ്പിൽ നിന്ന് വരുന്ന കണക്ഷനും, ഫേസ് ആൻഡ് ന്യൂട്രൽ എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോൾ ബോഡിയിൽ നിന്ന് വരുന്ന, ഇലക്ട്രിസിറ്റി ബോഡിയിൽ നിന്ന് വരുന്ന ഫേസ് ന്യൂട്രലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ പാനലിന്റെ കണക്ഷനാണ്. അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ കാണിച്ചു ഫേസ് ആണ്. ഈ ഫേസ് വരുന്നത് പ്രോപ്പറായിട്ട് നമ്മുടെ MCB കട്ട് ചെയ്യാൻ വേണ്ടിയാണ്, ഫേസ് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഈ MCB വെച്ചേക്കുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് എപ്പോഴും ഫേസ് MCB വരുന്ന ലൈനിൽ തന്നെ കൊടുക്കണം. ഇപ്പോൾ സപ്പോസ് ന്യൂട്രൽ മാറി, ഫേസ് ന്യൂട്രൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് പറഞ്ഞിട്ട് വേറെ പ്രശ്നമൊന്നും വരില്ല, പമ്പ് വർക്ക് ചെയ്യും. പക്ഷേ എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ MCB ഓഫ് ചെയ്താലും പമ്പിനകത്ത് എപ്പോഴും ഫേസ് ലൈൻ പോയി നിൽക്കും. അപ്പോൾ എന്തെങ്കിലും അതിനകത്ത് വരുന്ന ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ, അതിനകത്ത് എന്തെങ്കിലും നമ്മുടെ KCBയുടെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് പമ്പിനെ സാരമായി ബാധിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ ഫേസ് ചെക്ക് ചെയ്ത് MCB ലൈൻ വരുന്ന ലൈൻ ഇവിടെ നമ്മൾ പമ്പ് ഹൊറിസോണ്ടലായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, കറക്റ്റ് 0 ഡിഗ്രി ആക്കിയതിന് ശേഷം അത് നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഹോസ്, നമ്മുടെ കേബിള്, റോപ്പ് എല്ലാം ഒരേ പാരൽ ലെവലാക്കി നമ്മളത് ടൈ ചെയ്യണം. അത് നമുക്ക് വയർ ടാഗോ ഇൻസുലേഷൻ ടാപ്പോ നമുക്ക് ഇഷ്ടമുള്ള സാധനം ഉപയോഗിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ ഇൻസുലേഷൻ ടാപ്പോ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ താഴോട്ട് ഇറക്കാം. അതായത് നമുക്ക് ഏകദേശം ഒരു 1 മീറ്റർ ഗ്യാപ്പിൽ ഈ ടാഗ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ
പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഈ കേബിൾ ലൂസ് വരാനും പിന്നെ അതുപോലെ ഓസ് സ്പ്രെഡ് ചെയ്ത് പോകാനും അത് താഴോട്ട് ഇറക്കുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ മീറ്റർ വെച്ചിട്ട് തന്നെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും പമ്പ് കറക്റ്റായിട്ട് അത് ഹൊറിസോണ്ടൽ ലെവലിൽ തന്നെയാണ് ഈ പമ്പ് ഇപ്പോൾ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം, എങ്കിൽ മാത്രമേ ബുഷിന് ലൈഫ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഒരു ടാഗ് നമ്മൾ ഈ റോപ്പ് ഇവിടെ കെട്ടി സ്റ്റോപ്പ് ചെയ്ത് നിർത്തുകയാണ്. സ്ട്രോങ് ആയിട്ട് അത് കെട്ടി നിർത്തി കഴിഞ്ഞാൽ ഈ പമ്പ് നമ്മൾ ഇതിൻ്റെ ഫുൾ ലോഡ് എപ്പോഴും ഈ റോപ്പിൽ തന്നെ നിൽക്കും. ഒരിക്കലും താഴെ അറ്റത്ത് ചെളിയ അറ്റത്ത് കൊണ്ട് മുട്ടി വയ്ക്കാൻ പാടില്ല. താഴെ പോയതിന് ശേഷം കുറച്ച് മേളിലോട്ട് ഒരു അടിയെങ്കിലും കുറച്ച് മേളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ചെളിയിലൊന്നും അത് മുങ്ങിപ്പോവാതെ നമുക്ക് ഫ്രഷ് വാട്ടർ എപ്പോഴും കിട്ടുകയും പമ്പ് സേഫ് ആയിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ പമ്പ് നമ്മൾ ഓൺ ചെയ്തായിരുന്നു. ഓൺ ചെയ്യുമ്പോഴത്തേക്കും കറണ്ട് നോർമൽ 1 HP പമ്പ് നമുക്കിപ്പോൾ മീറ്ററിൽ കാണിക്കുന്നത് 7 amps എടുക്കുന്നുണ്ട്. 7 amps ആണ് എടുക്കുന്നത്. നല്ല സൂപ്പർ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കസ്റ്റമർ ഹാപ്പിയാണ്. 220 വോൾട്ടിൽ 7 amps എടുക്കുന്ന 1 HP പമ്പ്. ഓക്കെ, ഇതാണ് ടീം M&S. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ.